എമർജൻസി കെയർ എന്ന പുസ്തകത്തിൻ്റെയും അതിനോടൊപ്പം തന്നെ 2020 റിലീസ് ചെയ്ത സ്ട്രോഫിലാന്തസിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെയും പുസ്തക പ്രകാശനത്തിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതക്കുറിപ്പിനായി കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സോണോളജിസ്റ്റായ ഡോക്ടർ ബേബി സുപ്രിയയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് മിസ്റ്റർ വിൽസൺ DJ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് ഹെഡ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ. സർ, ദയവായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ, ആസ്റ്റർ DM ഹെൽത്ത് കെയറുമായിട്ട് കഴിഞ്ഞ 25 വർഷമായിട്ട് ആസ്റ്ററിൻ്റെ കൂടെയുള്ള ആളാണ്. ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റിയാണ്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന സാറിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറാണ് എമർജൻസി കെയർ എന്ന ബുക്ക് ഇന്നിവിടെ റിലീസ് ചെയ്യുന്നത്. താങ്ക് യു സർ. പ്ലീസ് ബി സീറ്റഡ് സർ. അടുത്തതായി ഞാൻ വെൽക്കം ചെയ്യുന്നത് ഡോക്ടർ ലജീഷിനെയാണ്. ലജീഷ് ജബ്ബാർ, എമർജൻസി മെഡിസിൻ കൺസൾട്ടൻറ്റ്, അബുദാബി. Lajish, please come to the stage. Lajish started his journey of emergency medicine from Aster MIMS, Calicut. അതിനുശേഷം അദ്ദേഹം UK പോവുകയും എമർജൻസി മെഡിസിനിൽ ഒരുപാട് ഡിഗ്രികൾ കരസ്ഥമാക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ അബുദാബിയിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഹാർഡ് കോർ എമർജൻസി ഫിസിഷ്യനാണ്. അദ്ദേഹമാണ് ഈ ബുക്ക് ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ പ്രശാന്തിനെയാണ്. ഡോക്ടർ പ്രശാന്ത്, സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ, ഇന്റേണൽ മെഡിസിൻ, ആസ്റ്റർ ജൂബിലി മെഡിക്കൽ സെന്റർ, ദുബായ്. ഡോക്ടർ പ്രശാന്ത് ഡോക്ടർ വേണുഗോപാലിൻ്റെ ഈ ബുക്സിൻ്റെ ഓതറായ ഡോക്ടർ വേണുഗോപാലിൻ്റെ ക്ലാസ്മേറ്റ് ആണ്, MBBS ക്ലാസ്മേറ്റ് ആണ്. അദ്ദേഹം ഒരു തികഞ്ഞ കലാസ്നേഹിയും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹമാണ് രണ്ടാമത്തെ ബുക്കായ സ്ട്രോഫിലാന്തസ് എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇവിടെ റിലീസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു 2 കിഡ്സിനെയാണ്. ഇവ സജിത്ത് ആൻഡ് ഇഷാൻ സജിത്ത്. രണ്ടുപേരും ബുക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന, വായന ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഈ ബുക്സിൻ്റെ ഓതറായ ഡോക്ടർ വേണുഗോപാലിനെയാണ്. അദ്ദേഹം ആസ്റ്റർ ഗ്രൂപ്പ് ഓഫ് എമർജൻസി മെഡിസിൻ്റെ ഡയറക്ടറാണ്. ഇന്ത്യയിലെ തന്നെ എമർജൻസി മെഡിസിൻ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 2 ബുക്സാണല്ലോ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. അതിൽ എമർജൻസി കെയർ എന്ന് പറയുന്നത് കുറേ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് മലയാളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ സ്ഥിരമായിട്ട് അദ്ദേഹം ലേഖനം എഴുതുന്ന ആളാണ്. അങ്ങനെ ഒരു 2013 to 2016 മാതൃഭൂമിയിൽ കുറേ ലേഖനങ്ങൾ അച്ചടിച്ച് വന്നിരുന്നു. അതിൻ്റെ എല്ലാം ഒരു സമാഹാരമാണ് എമർജൻസി കെയർ. അദ്ദേഹം ഇപ്പോഴും അങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ബുക്ക് സ്ട്രോഫിലാന്തസ് എന്ന് പറയുന്നത് 2020 ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ അതിൻ്റെ മലയാള പതിപ്പ് പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം അതിൻ്റെ 2nd എഡിഷൻ ഇന്ത്യയിൽ തന്നെ വെച്ചിട്ടും പ്രകാശനം ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ലിബി അക്ബർ എന്ന വ്യക്തിയാണ്. കോഴിക്കോട് പ്രശസ്തമായ ലിബി പബ്ലിക്കേഷൻസിൻ്റെ ഓണറായ അദ്ദേഹം ഒരുപാട് കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ബുക്സൊക്കെ റിലീസ് ചെയ്യാൻ എപ്പോഴും വളരെ ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ആര്യാടൻ ഷൗക്കത്തലിയാണ്. സാറിന് എല്ലാവർക്കും അറിയാം, ഒരുപാട് സിനിമകൾക്ക് തിരക്കഥകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു മഹത്തായ വ്യക്തിയാണ്. സർ, പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് ടേക്ക് യുവർ സീറ്റ്.
അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഇന്നിവിടെ എത്തിയിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ കലാസ്നേഹികളെയുമാണ്. എല്ലാവരെയും എൻ്റെ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ആദരവോടു കൂടിയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പി വി മോഹൻകുമാർ സാർ, ഷാർജ ബുക്ക് അതോറിറ്റി. സർ, please come and take your seat, sir. Okay. എമർജൻസി കെയർ എന്ന ബുക്കിൻ്റെ റിലീസിനായി ദുബായ് ആസ്റ്റർ DM ഹെൽത്ത് കെയറിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ വിൽസൺ TJA, അതോടൊപ്പം തന്നെ ഇത് ഏറ്റുവാങ്ങാൻ ഡോക്ടർ ലജീഷ് ജബ്ബാർ PM കൺസൾട്ടൻറ്റ് തമാം ഹോസ്പിറ്റൽ അലൈനെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. വിൽസൺ സാറോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. അടുത്തതായി സ്ട്രോബിലാൻഡസിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ റിലീസ് ചെയ്യുന്നതിന് ഡോക്ടർ പ്രശാന്ത്, ഫിസിഷ്യൻ, ജൂബിലീസ് മെഡിക്കൽ സെൻറ്റർ ദുബായ്. ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ പുസ്തകത്തെ ഒരുപാട് സ്നേഹിക്കുന്ന പുതിയ തലമുറയിലെ 2 എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാർസ് ഇവ ആൻഡ് ഇഷാനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ വേണുവിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി മോഹൻകുമാർ സാറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിൽസൺ സാറെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ഡോക്ടർ വേണു, ഡോക്ടർ പ്രശാന്ത്, വേദിയിലും സദസ്സിലുള്ള പ്രഭവതി, ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഡോക്ടർ വേണുവിനെ എനിക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് അറിയാം. മിംസ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ജോയിൻ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം അനസ്തീഷ്യസ് ആയിരുന്നു. അവിടുത്തെ ഹോസ്പിറ്റലിൽ മിംസിൽ തുടങ്ങിയപ്പോൾ ആദ്യ കാലത്തുണ്ടായിരുന്നു അനസ്തീഷ്യസ് ആയിരുന്നു അദ്ദേഹം. നമ്മുടെ ചെയർമാൻ ഡോക്ടർ ആസാദ് പറയാറുണ്ട്, ഈ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർമാർക്ക് അനസ്തീഷ്യസിന് വലിയ പണിയൊന്നുമില്ല. അദ്ദേഹം പേഷ്യൻറ്റും സർജൻസും ആയിട്ട് നടക്കും. അദ്ദേഹത്തിന് വലിയ പണിയുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കാലം നമ്മുടെ ഇതിനകത്ത് തന്നെ കണ്ടിട്ടുണ്ട് പല ഡോക്ടർമാർ ഈ അനസ്തീഷ്യകൾ അഡ്മിനിസ്ട്രേഷനൊക്കെ എടുത്ത് CEO, ICO ഒക്കെ ഉള്ള കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് നാൾ ഇങ്ങനെ ഈ അനസ്തീഷ്യ പേഷ്യൻറ്റിനെ ഉറക്കി കിടത്തിയിട്ട് കുറേ ഇങ്ങനെ നടന്നു, കുറച്ച് ബോറടിച്ചു. അന്നേരമാണ് ഈ എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂ ബ്രാഞ്ചിൽ മെഡിസിൻ വന്നത്. സോ അദ്ദേഹത്തിന് അതിന് താല്പര്യം ഉണ്ടായി. അങ്ങനെ അത് പഠിച്ചു. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ എമർജൻസി മെഡിസിൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കാലിക്കറ്റിൽ നമ്മുടെ മിംസിൽ അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഡോക്ടർ ആസാദിനോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ മിംസിൽ നമ്മൾ ആദ്യമായിട്ട് എമർജൻസി മെഡിസിൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കോഴ്സൊക്കെ കഴിഞ്ഞ് പഠിച്ച് വന്നതിന് ശേഷമാണ് തുടങ്ങിയത്. സോ അങ്ങനെ അദ്ദേഹം ഒരു കാൽ മാറ്റിയിട്ട് അനസ്തീഷ്യ എന്ന് എമർജൻസി മെഡിസിൻ തുടങ്ങി. ശരിക്കും ഫാദർ ഓഫ് എമർജൻസി മെഡിസിൻ ഇൻ കേരള ഫോർ ഷുവർ. ബാക്കി ഇന്ത്യയിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ കുറച്ചായിട്ട് ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ നമ്മൾ തുടങ്ങി എമർജൻസി മെഡിസിൻ അന്നത്തെ നിലയിൽ നോക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് കൊല്ലം മുമ്പ് നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഡിസാസ്റ്റർ ഒക്കെ പ്ലെയിൻ ക്രാഷ് ഒക്കെ വന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്, അതിനകത്ത് എത്രയോ പേഷ്യൻസ് നമ്മൾ മിംസിൽ കൊണ്ടുവന്നു. അവരെയൊക്കെ സേവ് ചെയ്യാനും ഒക്കെ പറ്റിയതിൻ്റെ ഈ എമർജൻസി മെഡിസിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. ഒരു കോള് വന്നു കഴിഞ്ഞാൽ ദേ ആർ ഓൾ ഫുള്ളി പ്രിപ്പയർഡ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് നമ്മളത് കാലിക്കറ്റിലെ മിംസിൽ നമ്മൾ എമർജൻസി മെഡിസിൻ ഒരു കോഴ്സ് തുടങ്ങി. ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി US എന്നുള്ള കോഴ്സ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇരിക്കുന്നത് കൂടെ ഈ ബുക്ക് വാങ്ങിയത്. അപ്പം അതേമാതിരി നമ്മൾ വേൾഡിൽ പല ഭാഗത്തും UK യിലും US ലും പിന്നെ ഒക്കെ ഈ എമർജൻസി മെഡിസിൻ പഠിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പിന്നെ ഇങ്ങനെ ഈ എമർജൻസി മെഡിസിനെ പറ്റിയെടുത്തും കാര്യമായിട്ട് പിന്നീടാണ് അദ്ദേഹത്തിന് ഒരു പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പിന്നെ എഴുത്തൽ തുടങ്ങി. അങ്ങനെ ഒരു എഴുത്ത് തുടങ്ങി. അങ്ങനെ എമർജൻസി മെഡിസിൻ റിലേറ്റഡ് ആകുമ്പോൾ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരു അതിൻ്റെ ഒരു വാസന വന്നിട്ടാണ്. അപ്പം ഓരോ കൊല്ലം കഴിയുന്ന ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. അദ്ദേഹത്തിൻ്റെ ലുക്കൊക്കെ തന്നെ നമ്മൾ പണ്ട് കാണുന്ന കാര്യമല്ല. ഒരു ഇടയ്ക്കുണ്ടായിരുന്നു കോവിഡിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ വേറൊരു ലുക്കായിരുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു എഴുത്തുകാരൻ്റെ ഒരു ജീനിയസിൻ്റെ ഒരു ലുക്കൊക്കെ കൊണ്ടുവരുന്നു. അപ്പം പിന്നെ കുറച്ച് ദിവസം മുമ്പ് പിന്നെ അതെങ്ങനെ കുറച്ച് കൊല്ലം മുമ്പ് 2020 പറഞ്ഞതില്ലേ, അത് ഈ ഒരു ഡോക്ടർ സാർ റിലീസ് ചെയ്തൊരു ബുക്ക്, മലയാളം ബുക്ക്, ഒരു ഇത് തന്നെയായിരുന്നു. അപ്പം പിന്നെ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാധാരണ ഡോക്ടർ പിന്നെ കാലിക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ എമർജൻസി കെയർ മാതിരി നമ്മളൊരു SOS എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു വിൽസൺ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച എന്തോ ഒരു ഇഷ്യൂ ഉള്ളതിനോടായിരിക്കും വിളിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ദുബായിൽ ഷാർജയിൽ വരുന്നുണ്ട്, ബുക്ക് കൊണ്ട് റിലീസ് ചെയ്യാണ്, അത് വിൽസൺ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് ഞെട്ടി. സത്യത്തിൽ ഞാൻ ഡോക്ടറോട് തുറന്നു പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു പുസ്തകം പിന്നെ പ്രകാശനം ചെയ്യുക എന്ന് പറയാവുന്ന ഒരു ഇതിനകത്ത് അത്രത്തോളം വളർന്നിട്ടില്ല. ഡോക്ടേഴ്സ് അതൊക്കെ ചെയ്ത മാതിരി ഒരു ഇതിനകത്ത് ഞാനതിന് ഒരു ഇതില്ല. ഡോക്ടർ ഒരു അക്ഷരങ്ങളുടെ ഇതിലാണ്, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. നമ്മൾ ഈ അക്കങ്ങളുമായിട്ടാണല്ലോ കഴിയുള്ളത്. അപ്പം ഞാൻ അതിനൊരു ഇതല്ലാതെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടർ 15-ാം തീയതി എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നൊരു ഇതായിരുന്നു. 15-ാം തീയതി നമ്മുടെ ഒരു ബോർഡ് മീറ്റിംഗ് ഒക്കെ ഉള്ളത്. അപ്പം ഡോക്ടർ ഇല്ല 9:30-ക്കാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നിവൃത്തി ഉണ്ടായില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള നിർബന്ധത്തിന് വഴങ്ങിയിട്ട്. അപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആ ബുക്കിൻ്റെ ഒരു PDF കോപ്പി എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാനത് വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു വളരെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധാരണ ഇതിനകത്ത് നമുക്ക് പല സമയത്തും ഉണ്ടാകുന്ന എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചില ഗ്രാഫിക്സും ചില ഫോട്ടോഗ്രാഫ്സ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജിൽ എഴുതിയ ഒരു നല്ലൊരു ബുക്കാണിത്. പിന്നെ പാമ്പ് കടിച്ചാൽ, തേള് കടിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ച് ചോക്ക് ചെയ്താൽ ഉണ്ടാകുന്ന ഇത് വലിയ വലിയ കാര്യങ്ങളുണ്ട്. എമർജൻസി നമ്മൾ പറയുന്നത് കാർഡിയാക് അറസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നാലുള്ളതുണ്ട്. കുട്ടികളുടെ ചെവിയിൽ നമ്മൾ പോയി ചെറിയ പ്രാണികൾ പോയാലുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന പല ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ അതെന്ന് നമ്മൾ പാനിക്കായിരിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതൊക്കെ അദ്ദേഹം വളരെ ലളിതമായ ഭാഷയിൽ അത് എഴുതി പിന്നെ നമുക്ക് ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നമ്മളിത് വെച്ച് വളരെ സിമ്പിളായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ശരിക്കും അത് നമുക്ക് വളരെയധികം അദ്ദേഹം ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരിലെ ഒരു പിന്നെ ഷോപ്പിംഗ് മാളിൻ്റെ ഒരു ഡോക്ടർ പിന്നെ ഫുഡ് ചോക്കായിട്ട് പിന്നെ മരിച്ചു പോയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊരു ശരിക്കും ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യർക്കും രക്ഷപ്പെടുത്താവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ആ ഒരു ഡോക്ടർ രശ്മി എന്ന് പറഞ്ഞ ഡോക്ടർ അങ്ങനെ ഒരു ഫുഡ് ചോക്കായിട്ട് ത്രോട്ടിൽ ഇത് ചെയ്തിട്ട് മരിച്ചു പോയിരുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ സാധാരണക്കാർക്ക് എങ്ങനെ നമ്മൾ സേവ് ചെയ്യാം, ഒരു ലൈഫ് സേവ് ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചതാണ്. അപ്പോൾ ഇത് ശരിക്കും എല്ലാ വീടുകളിലും എല്ലാ ആളുകളും വായിക്കേണ്ട ഒരു വീടുകളിലൊക്കെ വേണ്ട ഒരു പുസ്തകമാണ് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അത് വായിച്ചു നോക്കണം. തീർച്ചയായിട്ടും അത് വളരെ നല്ലതായിരിക്കും എല്ലാവർക്കും. ഡോക്ടർ ഇനിയും ആണെങ്കിലും ഇങ്ങനത്തെ ഈ എമർജൻസി സിറ്റുവേഷനിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്, പുതിയ പുതിയ സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഡോക്ടർ ഇത് യു ഷുഡ് കീപ് റൈറ്റിംഗ്. നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട് ഡോക്ടർ ഇങ്ങനെ ഇത് എഴുതുന്നത്. ഡോക്ടർക്ക് ഇനിയും ഇതേമാതിരി പിന്നെ പുസ്തകങ്ങൾ എഴുതാനും പിന്നെ അതേമാതിരി പ്രകാശനം ചെയ്യാനുള്ള സർവേശ്വരൻ്റെ പിന്നെ അങ്ങനെ കഴിവും ഊർജവും ആർജവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ആശംസിക്കുന്നു. സോ താങ്ക് യു ഓൾ. അടുത്തതായി ഡോക്ടർ പ്രശാന്തിനെ പുസ്തകത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഷാർജ പുസ്തക മേളയിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പാൽപിറ്റേഷനൊക്കെ ഉണ്ട്. ഫോറൻസിക് മെഡിസിൻ ആൾക്കാരോട് ഉള്ളതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല.
ഒരു വായനക്കാരൻ മരിക്കുന്നതിന് മുമ്പേ 1000 തവണ ജീവിക്കുന്നു എന്നാണ് പറയുക. ഒരു പുസ്തകം വായിക്കാത്ത ആൾ ഒരു തവണ മാത്രമേ ജീവിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ കൂടി എല്ലാവർക്കും നമസ്കാരം. വിൽസൺജി, വേണുജി, ഡോക്ടർ ശബ്ദജി, മോഹൻജി, എൻ്റെ പരിചയക്കാർ സുരേഷ്, സിന്ധു വരക്കുണ്ട്, പി സുപ്രിയ. ഞാൻ ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളോരോ ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അല്ല, അതല്ല സത്യം. ഈ പുസ്തകത്തിൻ്റെ അവതാരികയിലെ സജീവൻ എന്ന് എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം മനുഷ്യസ്നേഹിയായ ഒരു ബിഷഗ്വരനാണ് ഈ കഥകൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. സ്ട്രോബിലാന്തസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇദ്ദേഹം മനുഷ്യസ്നേഹിയാവുന്നതിന് മുമ്പല്ല, ഇദ്ദേഹം ബിഷഗ്വരനാവുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കണ്ടറിഞ്ഞ്, തൊട്ടറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ് ആളാണ് ഞാൻ. ഒരേ ബെഞ്ചിലിരുന്ന്, ഒരേ ക്ലാസ്സിലിരുന്ന് MBBS വിദ്യാഭ്യാസം, ഡോക്ടർ ലാലു കൂടി ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുറേ ബാച്ചാണ്, MBBS വിദ്യാഭ്യാസം നടത്തിയ ആളാണ്. എന്തുകൊണ്ടാണ് മനുഷ്യസ്നേഹികൾ? അന്ന് കുതിരവട്ടം ആശുപത്രി അന്ന് ഇതുപോലത്തെ അത്രയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പഴയ സെറ്റപ്പൊക്കെ ആയിരുന്നു. അവിടെ ഞങ്ങൾ പോസ്റ്റിങ്ങിന് വേണ്ടി പോകും, 2 ആഴ്ചത്തെ പോസ്റ്റിങ്ങേ ഉള്ളൂ MBBSൻ്റെ സമയത്ത്. അവിടെ പോയപ്പോൾ നമ്മൾ അവിടെ കണ്ട ആ ഒരു കാഴ്ച നമ്മളെല്ലാവരും വല്ലാതെ വിഷമിച്ചു, വല്ലാതെ ഹൃദയഭേദകമായ തരത്തിലായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾ നോട്ട് ചെയ്തൊരു കാര്യം, എല്ലാ റൂമിലും രോഗികളെക്കാളും അല്ലെങ്കിൽ അവിടെ എന്താ പറയുക പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്ന മൂട്ട ശല്യം, അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. അതൊന്നും ആരും കെയറല്ല, അത് മൂട്ടയാണെന്ന് പോലും അവിടുത്തെ രോഗികൾക്ക് അത് അറിയില്ല, എന്നാൽ അവർ ചികിത്സിക്കുന്നവരത് കെയർ ചെയ്യാറില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടി, അവിടെ പോകാൻ നമുക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഞങ്ങളെയൊക്കെ വിളിച്ചോണ്ട് ഈ ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ ഇദ്ദേഹം ചെയ്യാമെന്നൊന്നും മനസ്സിലായില്ല. ഇദ്ദേഹം അത് അവിടെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ പോവുകയാണ്. അതായത് ഈ മൂട്ടയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളെ വിളിച്ചോണ്ട്, അന്ന് വാടാന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും പോകുമല്ലോ, ബസ്സിന് കല്ലെറിയാനാണെങ്കിൽ അങ്ങോട്ട് പോകും, വേറെ എന്തിനാണ്. ഇത് ഇങ്ങനത്തെ ഒരു നല്ല സൽപ്രവൃത്തി ചെയ്യാനാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് ആ ഒരു അന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനുഷ്യ സ്നേഹം തൊട്ടറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നത്. പിന്നീട് അദ്ദേഹം MBBS പഠിച്ചു. ഇവിടെ വിൽസൺജി പറഞ്ഞ മാതിരി അനസ്തീഷ്യ ഡോക്ടറായിരുന്നു. ഞങ്ങൾ 2 വഴിയിൽ പിരിഞ്ഞു. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ശേഷം വന്നതിന് ശേഷം കാണുന്നില്ല. അപ്പോഴത്തേക്കും അദ്ദേഹം എമർജൻസി മെഡിസിൻ്റെ തലതൊട്ടപ്പനായിരുന്നു. ഇവിടെ പറഞ്ഞ മാതിരി മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണെങ്കിൽ വിൽസൺജി പറഞ്ഞത് പിതാവാണ്, എമർജൻസി മെഡിസിൻ്റെ പിതാവാണ്. അദ്ദേഹം ഇന്ന് മിംസിൻ്റെ, മാസ്റ്റർ മിംസിൻ്റെ ഓൾ ഇന്ത്യ ലെവലിലുള്ള എമർജൻസി മെഡിസിൻ തലവനാണ് അദ്ദേഹം. അതുപോലെ തന്നെ മിംസ് അക്കാഡമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്, കാണുന്ന പോലെയൊന്നുമല്ല. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അവാർഡ്, EMS ഏഷ്യ അവാർഡ്, പിന്നെ എയിംസ് എൻ്റർപ്രണർഷിപ്പ് അവാർഡ് വാരിക്കൂട്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. റോഡ് സുരക്ഷ ഉപദേശക സമിതി, കേരള ഗവൺമെൻറ്റിൻ്റെ റോഡ് സുരക്ഷാ ഉപദേശക സമിതി അംഗം കൂടിയാണ്. സ്ട്രോബിലാന്തസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ്, മലയാളം പതിപ്പ് 3 വർഷം മുമ്പേ, അന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, ചില സാങ്കേതിക കാരണങ്ങൾ അന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. 3 വർഷം മുമ്പേ അതിൻ്റെ മലയാളം പതിപ്പ് ഇതേ സ്റ്റേജിൽ കൊണ്ട് റിലീസ് ചെയ്തിരുന്നു. അതിൽ 6 മികച്ച കഥകളാണുള്ളത്, 6 മികച്ച കഥകൾ. യു ആർ അറ്റ് ഫാൾട്ട്, നിങ്ങളാണ് കുറ്റക്കാരൻ, ഒന്നാമത്തത്. രണ്ടാമത്തത് ഫേസ് ടു ഫേസ്, മുഖാമുഖം. മൂന്നാമത്തത് പോസ്റ്റ്മസ്ലി യുവേഴ്സ്, PA സമീർ. നാലാമത്തത് പുത്രകാമിഷ്ടി. അഞ്ചാമത്തത് സന്താനഗോപാലൻ. 6ാമത്തതാണ് സ്ട്രോബിലാന്തസ്. അപ്പോൾ ഇതൊക്കെ, ഈ കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവ്, അനുഭവങ്ങളും ഈ മനുഷ്യരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ വികാരങ്ങളിലൊക്കെ കടന്നു ചെന്ന് അതിൻ്റെ വളരെ അതിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു അനിതരകാരണമായൊരു കഴിവുണ്ട്. അതൊക്കെ ഈ നാല് ചെറുകഥകളിലും അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് അത് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കഥകള്, ഈ കഥകള് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ കഥകൾ വഴിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനകത്തുള്ള ഈ കമ്പോളവൽക്കരണം അതുപോലെയുള്ള ഈ കച്ചവട താല്പര്യങ്ങൾ ഇതിനൊക്കെതിരെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ രംഗത്തേക്കുള്ള അത്തരം പ്രശ്നങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹത്തിന് അലട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് അലോസരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ കഥകളിലൊക്കെ അദ്ദേഹം മുഖ്യമായും പറഞ്ഞത്. ഈ പറഞ്ഞ 6 കഥകളും നമ്മുടെ മനസ്സിനെ തട്ടുന്നതായിരുന്നു, നമ്മുടെ വളരെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ഓരോ കഥകളാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിനെപ്പറ്റി കുറച്ചും കൂടി അദ്ദേഹം സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിനും അദ്ദേഹത്തിൻ്റെ ഈ അർപ്പണബോധത്തിനും ഇത്തരം ഒരു ബുക്ക് 2ാമത്തെ എഡിഷൻ ഇംഗ്ലീഷ് പതിപ്പും കൂടെ ഇവിടെ പ്രകാശനം ചെയ്യാൻ അദ്ദേഹം എടുത്ത താല്പര്യത്തിനും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കാൻ തോന്നുന്നു. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തതായിട്ട് ആര്യാടൻ ഷൗക്കത്ത് അലി സാറിന് 2 വാക്ക് സംസാരിക്കാൻ വിളിക്കുന്നു. സുഹൃത്തുക്കളെ, എൻ്റെ സുഹൃത്ത് ശ്രീ വേണുവിൻ്റെ ഈ പുസ്തക ചടങ്ങിൽ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ വേണുവിൻ്റെ പരിചയം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ നിലമ്പൂരിൽ നടത്തേണ്ട ഈ പറയുന്ന എമർജൻസി അത്യാഹിതമായ അല്ലെങ്കിൽ അടിയന്തരമായ ശുശ്രൂഷയെക്കുറിച്ച് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ബോധവൽക്കരണത്തിന് വേണു നിലമ്പൂരിൽ വന്ന് എന്നെ സഹായിച്ചു എന്ന് മാത്രമല്ല തുടർച്ചയായി ആളുകൾ വേണുവിനെ ആവശ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. എനിക്ക് തോന്നിയത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ഇന്ദിരാഗാന്ധിയാണെങ്കിൽ അടിയന്തര മെഡിസിനെക്കുറിച്ച് എമർജൻസി മെഡിസിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ഡോക്ടർ വേണുവാണ്. ഇത്രയും പറയാനുള്ളൂ. എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് വലിയ സന്തോഷമുണ്ട്. വേണു ഇനിയും എഴുതട്ടെ. നീലക്കുറിഞ്ഞി എന്നാണ് പുസ്തകത്തിൻ്റെ പേരെങ്കിൽ നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കലാണ് പൂക്കലെങ്കിൽ വേണുവിൻ്റെത് അങ്ങനെ പോരാ. എല്ലാ വർഷവും ഈ കുറിഞ്ഞി പൂക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒരു മിനിറ്റിൽ ഞാൻ വിൽസൺജി വളരെ സന്തോഷം ഞാൻ ഒറ്റവിളിക്ക് വന്നതിൽ. പ്രശാന്തി ഞാനൊന്നും പറയണ്ടല്ലോ. ഷൗക്കത്തിനെ ഞാൻ ഇവിടുന്ന് വഴിക്കുന്ന പിടിച്ചതാണ്. ആരൊക്കെ ഇവിടെ ഉണ്ടാവുക എന്നുള്ളൊരു ധാരണയില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ ഒരു മൊത്തം അതുപോലെ ലഡീഷൻ ലിപി പിന്നെ നമ്മുടെ കൊച്ചു പാർട്ടികൾ ഇതിൻ്റെയൊക്കെ ഒരു നക്ഷരം എന്ന് വെച്ചാൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു ചടങ്ങിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള പറഞ്ഞ എല്ലാ സാധനങ്ങളും ഞാൻ സ്നേഹത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. വേറെ എനിക്കൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.